കണ്ട ഇതിഹാസ നായകനാണ് മോഹൻലാൽ. ഞങ്ങൾ കൊണ്ട് സ്വീകരിച്ചു, അതിനൊക്കെ കൈയടി. വേടനെ പോലും ഞങ്ങൾ സ്വീകരിച്ചു ഇപ്രാവശ്യം. സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പരിഗണിച്ചത് ഈ പറയുന്ന പോലെ എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കപ്പെട്ടുകൊണ്ടല്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ വായിൽ നിന്നും വന്ന വേടനെ പോലും എന്ന പ്രയോഗം. എന്തുകൊണ്ടാണ് വേടനെ പോലും എന്ന് പറയുന്നത്? വേടന് യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം ഈ വാചകങ്ങൾ കേൾക്കുമ്പോൾ ആരുടെയെങ്കിലും ഒക്കെ ഉള്ളിൽ വന്നാൽ കുറ്റം പറയാൻ പറ്റുമോ? സത്യത്തിൽ വേടന് ഈ പറയുന്ന മികച്ച ചലച്ചിത്ര ഗാനരചയിതാവ് എന്നൊരു സംസ്ഥാന പുരസ്കാരം വാങ്ങാനായിട്ടുള്ള യോഗ്യതയുണ്ടോ? അദ്ദേഹത്തിന്റെ കഴിവിന്റെ യോഗ്യതകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, വളരെ കഴിവുള്ള ഒരു കലാകാരനാണ് അദ്ദേഹം. നല്ല രീതിയിൽ റാപ്പ് എഴുതാൻ കഴിവുള്ള വ്യക്തിയാണ്. അദ്ദേഹം എഴുതുന്നത് ഒരിക്കലും ഒരു സിനിമാ പാട്ടിന്റെ മോഡലുള്ള ഒരു സംഗതിയല്ല. നമുക്കറിയാം അല്ലെ, ഗദ്യ കവിത, പദ്യ കവിത എന്നൊക്കെ വിവിധ തരത്തിലുള്ള എഴുത്തുകളുണ്ട്. ഇതൊക്കെ വ്യാകരണപരമായും അതുപോലെ സാഹിത്യപരമായിട്ടൊക്കെ ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ഈ പുരസ്കാരങ്ങൾ, അവാർഡുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കപ്പെടുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു റാപ്പ് സംഗീതത്തിന് മികച്ച ഗാനരചന എന്ന രീതിയിൽ ഒരു അവാർഡ് നൽകിയത് ശരിയല്ല എന്നൊരു പക്ഷമാണ് ഉയർന്നു വരുന്നത്. പക്ഷേ അദ്ദേഹം കഴിവുള്ള വ്യക്തിയാണ്. എന്നാൽ മറ്റ് അയോഗ്യതകൾ അല്ലെങ്കിൽ ഇതൊരു കുഴപ്പമാണ് എന്ന് ചൂണ്ടിക്കാണിക്കേണ്ടത് ഏതൊക്കെയാണ്? വിവിധ കേസുകളിൽ നിലവിൽ FIR ഉള്ള ഒരു വ്യക്തിയാണ് ഈ വേടൻ എന്ന് പറയുന്ന ഹിരൺദാസ് മുരളി അല്ലെ. നമുക്കറിയാം, ഒരുപാട് ആളുകൾക്ക് അദ്ദേഹത്തിന് കൊടുക്കുന്നതിൽ വിയോജിപ്പുണ്ട്. അത് രാഷ്ട്രീയപരമാണെന്ന് കുറെ ആളുകൾ പറഞ്ഞാൽ പോലും സാധാരണ ആളുകൾക്കിടയിൽ ചോദിച്ചാൽ രാഷ്ട്രീയപരമല്ല, മറിച്ച് കഞ്ചാവ് കേസിൽ പ്രതിയായിട്ടുള്ള ഞാൻ കഞ്ചാവ് വലിച്ചിരുന്നു എന്നത് പരസ്യമായി ആളുകൾക്ക് മുന്നിൽ പറഞ്ഞ ഒരു വ്യക്തിയാണ് ഹിരൺദാസ് മുരളി എന്ന വേടൻ. ആളുകൾ കണ്ടതാണ്. ഒരിക്കലും അതൊരു കള്ളക്കേസാണെന്നോ താൻ അതിനെ നിഷേധിക്കുന്നുവെന്നോ അങ്ങനെ ഒരു ശീലം തനിക്കില്ലെന്നോ അദ്ദേഹം പറഞ്ഞില്ല. മറിച്ച് അതിനി മാറ്റാൻ വേണ്ടി ശ്രമിക്കാം എന്നാണ് പറഞ്ഞത്. വീണ്ടും ഒരു കഞ്ചാവ് കേസിൽ അകത്താകുന്നത് വരെ അദ്ദേഹം ഇതിപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അകത്തായില്ലെങ്കിൽ അദ്ദേഹം ഈ വാക്ക് പാലിച്ചു എന്ന് പറയാൻ സാധിക്കും. ഇതൊക്കെ ഒരു വിശ്വാസത്തെ ചുമ്മാ പറയാം എന്നതേ ഉള്ളൂ. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഇദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിരിക്കെ ആളുകൾക്കുള്ളിൽ അങ്ങനെ ഒരു വ്യക്തിയെ സർക്കാർ ഇത്രമാത്രം ആഘോഷിക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. രണ്ടാമതായി, ഒന്നിലധികം സ്ത്രീപീഡന കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് റാപ്പർ വേടൻ. ഇദ്ദേഹത്തെ ഇപ്പോൾ കളിയാക്കിക്കൊണ്ട് റേപ്പർ വേടൻ എന്നാണ് വിളിക്കുന്നത്. ഇദ്ദേഹം ഈ പറയുന്നത് പോലെ ആദ്യം മീറ്റു എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വളരെ ക്രൂരമായിട്ടുള്ള ലൈംഗിക ദുരുപയോഗ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ രംഗത്ത് വരികയുണ്ടായി. അത് കഴിഞ്ഞ് ഇദ്ദേഹം സമൂഹത്തിന് മുന്നിൽ വന്ന് പറഞ്ഞത് തെറ്റുപറ്റിപ്പോയി, അറിവില്ലായ്മയാണ്, പ്രായത്തിൻ്റെതാവാം, ലഹരിയുടേതാവാം എന്നൊക്കെയാണ്. അല്ലാതെ ഇദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. അതിനർത്ഥം ഈ സ്ത്രീകളോടുള്ള ഈ പെരുമാറ്റം, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നടന്നിട്ടുള്ളതാണെന്നാണ്. നമുക്കറിയാം, ഒരു വനിതാ ഡോക്ടർ അടക്കം ഒരുപാട് പേർ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിരുന്നു. ഇദ്ദേഹം ഒളിവിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ തമാശയാണ്. 365 ദിവസം ഒരു വർഷത്തിലുണ്ടെങ്കിൽ അതിൽ 300 ദിവസം ഒളിവില. ബാക്കി 65 ദിവസത്തിലാണ് ഏതെങ്കിലുമൊക്കെ പാർട്ടി ചെയ്ത് ഹിറ്റാക്കി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. ഇതാണ് സത്യത്തിൽ ഹിരൺദാസ് മുരളി എന്ന വേടന്റെ അവസ്ഥ. ഇത് കൂടാതെ ഈ പറയുന്ന പുലിനകത്തിന്റെ ഒരു കേസ്, അതുപോലുള്ള സംഗതികളൊക്കെ വന്നിരുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കേരള സർക്കാർ വലിയ രീതിയിൽ ഇദ്ദേഹത്തെ ആഘോഷിക്കുകയാണ്. എന്നാൽ ഇതിൽ അസ്വാഭാവികത തോന്നുന്നത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ചലച്ചിത്ര അവാർഡ് സമയത്ത് ഹോം എന്ന സിനിമ തഴയപ്പെട്ടതിന്റെ റീസൺ ആയിട്ട് എന്താണ് പറഞ്ഞിരുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. ഹോം എന്ന സിനിമ വളരെ എന്താ പറയുക, നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി. അതിൽ ഇന്ദ്രൻസിന്റെ പ്രകടനം എനിക്കൊക്കെ ഞാനത് കണ്ടിട്ട് ഞാൻ പേഴ്സണലി ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു, പപ്പ എന്ന് വിളിച്ചുകൊണ്ട്. ഒരിക്കലെങ്കിലും എനിക്ക് ലൈഫിൽ കാണണം എന്ന് പറഞ്ഞുകൊണ്ട്. അത്രയും അടുത്ത് നമുക്ക് തോന്നിപ്പോവും. അത് ജീവിക്കുമായിരുന്നു, അഭിനയിക്കുമായിരുന്നു അദ്ദേഹം, നമുക്ക് മനസ്സിലാവില്ല. അത്രയും അടിപൊളിയായിട്ട് ചെയ്ത ഒരു സിനിമയെ തഴഞ്ഞതിന് റീസൺ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ സിനിമയുടെ നിർമ്മാതാവ് ഒരു സ്ത്രീപീഡന കേസിൽ പ്രതിയാണെന്നുള്ളതായിരുന്നു. നമുക്കറിയാം, വിജയ് ബാബു. ഇങ്ങനെ ഒരു റീസൺ കൊണ്ട് ഇത്തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളുള്ള ആൾക്കാരെ ഒരു ഇൻഡസ്ട്രിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, അവരോടൊപ്പം വർക്ക് ചെയ്യാൻ പാടില്ല, അവരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, അവരെ ബഹിഷ്കരിക്കുക, കംപ്ലീറ്റ്ലി ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത് ഒരു ശിക്ഷയായിട്ട്, സാമൂഹികപരമായിട്ട് അവർക്ക് ഇനി മാറ്റം വരുത്താനായിട്ടുള്ള ഒരു ശിക്ഷയായിട്ട് നൽകണം എന്നൊരു നിലപാടാണ് അന്ന് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ സിനിമാക്കാരും ഈ സംഘടനയിലുള്ള ആൾക്കാരും WCC ഒക്കെ മുന്നോട്ട് വെച്ചത്. എന്നാൽ ആ ഒരു വിഷയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻസിന്റെ അടക്കം പ്രകടനങ്ങൾ കണ്ടില്ലെന്നടിച്ച് ഒരുപാട് അവാർഡുകൾ വാങ്ങേണ്ട ഒരു സിനിമയെ പൂർണ്ണമായിട്ട് വാനിഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇത്രയധികം FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയെ ഈ രീതിയിൽ ആഘോഷിക്കുന്നത് കാണുമ്പോഴത്തേക്ക് ആളുകൾക്ക് സംശയം തോന്നുന്നതിന് നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റുമോ? ആ സംശയം സത്യത്തിൽ മന്ത്രിയുടെ മനസ്സിലുണ്ടെന്നേ. അതുകൊണ്ടാണ് മന്ത്രി വേടന് പോലും എന്ന് പറഞ്ഞത്.
സത്യത്തിൽ അദ്ദേഹത്തിന് അറിയാം ഈ പറയുന്ന യോഗ്യത എന്ന് പറയുന്നത് വ്യക്തിപരമായി നോക്കിയാൽ യോഗ്യതയില്ല. അപ്പൊ നിങ്ങൾ പറയും ഒരു കലാകാരന്റെ വ്യക്തി ജീവിതം നോക്കരുത്, വ്യക്തി സ്വഭാവം നോക്കരുത്, അയാളുടെ കഴിവിനെ മാത്രം നോക്കിയാൽ മതി എന്ന്. കഴിവിനെ നോക്കണം, കഴിവിനെ അംഗീകരിക്കണം. കഴിവിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ചോദിച്ചാൽ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ അദ്ദേഹം ഒരു മോശം വ്യക്തിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ വളർത്തുന്നത് എത്രത്തോളം സമൂഹത്തിന് ഗുണകരമാകും അല്ലെങ്കിൽ ദോഷകരമാകും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അതായത് വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്ത ഒരുത്തനെ ഒരു ഗാനരചയിതാവാക്കി വളർത്തി വിട്ടിട്ട് നാളെ വീട്ടിൽ കയറ്റാൻ പറ്റണ്ടേ? ആ ഒരു സംഗതി വേണ്ടേ? അയാൾ പാടിക്കൊണ്ട് എവിടെയെങ്കിലും നടന്നോട്ടെ എന്ന് വിചാരിക്കാനേ നമുക്ക് പറ്റുള്ളൂ. അത്രേ ചെയ്യാൻ സാധിക്കൂ. മോശം മനുഷ്യരുടെ കാര്യത്തിൽ അത്രേ ചെയ്യാൻ സാധിക്കൂ. അതിന് പകരം കുട്ടികൾ പഠിക്കേണ്ട സിലബസിൽ ഉൾപ്പെടുത്തുക, ഇതുപോലുള്ള സംസ്ഥാന അവാർഡുകൾ വാങ്ങിച്ച് കൈ കൊടുക്കുക, എന്നിട്ട് 10 പേരുടെ മുമ്പിൽ വേടന് പോലും ഞങ്ങൾ അവാർഡ് കൊടുത്തു എന്ന് പറയാ. നിങ്ങളുടെ ഔദാര്യമാണ്. സത്യത്തിൽ നിങ്ങൾ വേടനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദളിത് വോട്ടിന് വേണ്ടിയാണ്. വിനായകനെ പൊക്കിക്കൊണ്ട് നടക്കുന്നതും അതിനു വേണ്ടിയാണ്. ഇവർക്കറിയാം ഇവർ ഒരുപാട് ഹിന്ദുത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ 9 വർഷം അധികാരത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളുടെ വോട്ട് കമ്മ്യൂണിസ്റ്റിന് കിട്ടുക എന്ന് പറയുന്നത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് താത്വിക അടിമകളല്ലാത്തവരായിട്ടുള്ള ആളുകളുടെ വോട്ട് കിട്ടില്ല. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഈ സുകുമാരൻ നായരെയും അതുപോലെ വെള്ളാപ്പള്ളിയൊക്കെ പോലുള്ള സാമുദായിക നേതാക്കന്മാരെ ചാക്കിടുക. ഇടത്തും വലത്തുമായിട്ട് അവരെ പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണല്ലോ. രണ്ടാമത് ഈ ദളിത് വിഭാഗങ്ങൾക്കൊക്കെ ഈ പറയുന്ന പോലെ സാമുദായിക നേതാക്കന്മാരെ ഒന്നും പിടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവർക്ക് ഇതേപോലുള്ള വിപ്ലവ കാര്യങ്ങളോടാണ് അവർക്ക് താല്പര്യം. വിനായകനെ പോലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചുമ്മാ എന്ന് പ്രശ്നം ഉണ്ടാക്കി അവിടെ ജാതി വിളമ്പി ഇതെന്റെ ജാതിയോടുള്ള വിവേചനമാണ്, അതുകൊണ്ട് എനിക്ക് ഇവിടെ വലിയ പ്രശ്നമായി പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇരവാദം ഉന്നയിച്ച് 4 ദിവസം ചർച്ച ചെയ്യാനായിട്ടുള്ള വിഷയങ്ങൾ ഇട്ട് കൊടുക്കുന്ന അയ്യങ്കാളിയോടൊക്കെയാണ് ഇദ്ദേഹത്തെ ഈ വേടനെയൊക്കെ ഒന്ന് എന്താ പറയുക മാച്ച് ചെയ്തെന്ന് ആലോചിക്കണം. സംസ്കാരം എവിടം വരെ പോയി. അപ്പോ അങ്ങനെയുള്ളവരെയാണ് ഈ ദളിതർക്ക് താല്പര്യം. അപ്പൊ അതുകൊണ്ട് അവരെ നമ്മൾ സർക്കാരിന്റെ ഇടതുപക്ഷത്തിന്റെ ഒരു ലിബറലിസത്തിന്റെ ഭാഗമായിട്ട് പൊക്കി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകളെല്ലാം അതിന്റെ പേരിൽ CPM-നൊപ്പം പോരും എന്നൊരു കാര്യമുണ്ട്. നമുക്കറിയാം CPM-ൽ ഒരുപാട് ഈ പറയുന്ന പോലെ ജാതി ഭിന്നതയില്ല, അതുപോലെ തന്നെ സമത്വ പ്രശ്നങ്ങളില്ല, അതുപോലെ ഫെമിനിസം വളരെ വലുതായിട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് ഒരുപാട് പേര് അതിൽ അംഗങ്ങളായിട്ടുണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പക്ഷെ അകത്തേക്ക് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അറിയാം എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ലെന്ന്. അതൊക്കെ പുറത്തുള്ളവരോട് പാടില്ലെന്നാ പറയാറുള്ളൂ. പക്ഷെ അവർക്കതൊക്കെ ആവശ്യമാണ്. ഹിരൺദാസ് മുരളി സത്യത്തിൽ ഒരു സംസ്ഥാന പുരസ്കാരം വാങ്ങാനായിട്ട് അർഹതയുള്ള ഒരു വ്യക്തിയല്ല എന്നാണ് പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. അദ്ദേഹം നല്ല ഈ പറയുന്ന വരികൾ എഴുതുന്ന വ്യക്തിയാണ്, നല്ലൊരു റാപ്പറാണ്, എല്ലാം ശരിയാണ്. പക്ഷെ താങ്കൾ സമൂഹത്തിന് ഒരു നല്ല സന്ദേശമല്ല നൽകുന്നത്. താങ്കളുടെ എഴുത്ത് കുട്ടികൾ പഠിക്കാൻ മാത്രം സംസ്കാരപരമായി താങ്കൾ ഒരു നല്ല വ്യക്തിയല്ല. താങ്കളുടെ പേരിൽ നിലവിലുള്ള ക്രിമിനൽ കേസുകൾ തന്നെ അതിന് വലിയൊരു ഉദാഹരണമാണ്. എത്ര ദിവസങ്ങൾ ഒളിവിലിരുന്നൊരു വ്യക്തിയാണ് താങ്കൾ. അങ്ങനെയുള്ള താങ്കളിൽ നിന്നും എന്താണ് കുട്ടികൾ പഠിക്കേണ്ടത്? എന്ത് വിപ്ലവമാണ് പഠിക്കേണ്ടത്? ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ജാതി പറയുന്ന താങ്കളിൽ നിന്നും എന്ത് വിപ്ലവമാണ് പഠിക്കേണ്ടത്? തീർച്ചയായും ജാതിക്ക് വേണ്ടി വാദിക്കുന്നവരും ജാതി പരമായി ഈ പറയുന്ന പോലെ വിവേചനങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് പറയുന്നവരും രണ്ടു കൂട്ടരും പറയുന്നത് ജാതി തന്നെയാണ്. ഇവിടെ ജാതി ഇല്ലാതാണോ എന്നുണ്ടെങ്കിൽ ആദ്യം ഈ പറച്ചിൽ നിർത്തണം. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും പറയുന്നത് നിങ്ങൾ പ്രിവിലേജിന്റെ മുകളിൽ ഇരിക്കുന്ന ആൾക്കാരാണെന്നാണ്. ആയിക്കോട്ടെ, അതുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും സാംസ്കാരികപരമായി ഒരു ഉന്നതിയുമില്ലാത്ത സ്ത്രീകളോട് മോശമായി പെരുമാറുന്നതിന്റെ പേരിൽ നിയമ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ പരസ്യമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് സമ്മതിക്കാൻ പോലും മടിയില്ലാത്ത ഇങ്ങനൊരു വ്യക്തിക്ക് അവാർഡ് കൊടുത്തതിനെ ന്യായീകരിക്കാൻ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഞാൻ CPM-നോടൊപ്പമല്ല. വേടന് പോലും അവാർഡ് കൊടുത്തത് കൊണ്ട് നിങ്ങൾ വലിയ മഹാന്മാരൊന്നും അല്ല. നിങ്ങളുടെ ഇരട്ട മുഖവും നല്ല ഇരട്ട താപ്പും നല്ല വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇഴഞ്ഞിട്ടുള്ള കളിയും ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒപ്പ്. തുടർന്ന് കാണുക പോളി ന്യൂസ്.